സഹോദരി സഹോദരന്മാരെ, സ്പെഷ്യൽ അഡ്രസ്സിനായിട്ട് 5 മിനിറ്റ് സമയമാണ് ഇതിൽ അനുവദിച്ചിട്ടുള്ളത്. ഞാൻ രാവിലെ ഗവർണർ സാറിനെ കണ്ടപ്പോൾ നിങ്ങൾ 15 മിനിറ്റെങ്കിലും സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2ൻ്റെ ഇടയിലായിട്ട് 10 മിനിറ്റിൽ ഞാൻ നിർത്താമെന്ന് ഉറപ്പ് നൽകുകയാണ്. ഇതൊരു വിസ്മയ ഗ്രന്ഥമാണ്. വിസ്മയം എന്ന് ഞാൻ പറയാൻ ഇടയായത് തീർച്ചയായിട്ടും രാധാകൃഷ്ണൻ നായരെ സംബന്ധിച്ചിടത്തോളം ഒരു ഡോക്ടർ, ആ മേഖലയിൽപ്പെട്ട ഒരാൾ ഇത്രയും കഠിനാധ്വാനം ചെയ്ത് ഇങ്ങനൊരു ഗ്രന്ഥം തയ്യാറാക്കി അത് തലമുറകൾക്ക് സാധനാപാഠമാകും ആ നിലയ്ക്ക് നൽകിയിരിക്കുക. ഈ വ്യതിയാനമാണ് എന്നെ വാസ്തവത്തിൽ ആഹ്ലാദഭരിതനാക്കുന്നത്. എന്തിനോ ഒക്കെയുള്ള നെട്ടോട്ടത്തിലാണ് മലയാളികളുള്ളത്. എങ്ങനെയെങ്കിലും എല്ലാം വെട്ടിപ്പിടിക്കണം, അതിലൂടെ ധനാഗമം ധനധാരാളിത്തമോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അവിടെ ഒരു വ്യത്യസ്തനായ ഒരാളെ, ഡോക്ടർ വിത്ത് എ ഡിഫറൻസ്, ആ ഡിഫറൻസിൻ്റെ മുമ്പിലാണ് ഞാൻ ആദ്യമായി എൻ്റെ പ്രണാമം അർപ്പിക്കുന്നത്. ഇതൊരു ദൈവനിയോഗമോ ഒരു ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു കഠിനാധ്വാനമാണ്. ഇതിൽ 10,000 കൊല്ലത്തെ ചരിത്രം സ്വാഭാവികമായും പല ചരിത്രകാരന്മാരും 5,000 കൊല്ലം വരെയുള്ളത് അവരുടെ വ്യാഖ്യാനങ്ങളിലേക്ക് കൊണ്ടുവന്നപ്പോൾ 10,000 കൊല്ലം മുമ്പുള്ള കാര്യങ്ങളെല്ലാം അതിന് മഷിയിടണമെങ്കിൽ എത്ര അധ്വാനം വേണ്ടി വരും? ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുമ്പോഴാണ് അതിൻ്റെ ആഴവും പരപ്പും അതിനുവേണ്ടി ചിലവഴിക്കേണ്ടി വരുന്ന മനുഷ്യാധ്വാനം അത് വളരെ മനോഹരമായിട്ട് യഥാപക്ഷനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നല്ല കെട്ടും മട്ടും എല്ലാം ഉണ്ട്. ഒരു പുസ്തകം കൈ കിട്ടുമ്പോൾ ലേഔട്ടാണ് ആദ്യം നോക്കുക. അതിൽ ഉള്ളിലേക്ക് കടക്കുന്ന അവസരത്തിൽ എങ്ങനെ അദ്ദേഹത്തിന് സാധിച്ചു? ഞാൻ പറയാം, അങ്ങയുടെ ആശുപത്രിയിൽ ഞാൻ വന്നിട്ടുണ്ട്, എനിക്കറിയാം. ഇതിന് ആമുഖം എഴുതാനായിട്ട് എന്നോട് പറഞ്ഞപ്പോൾ ഞാനതെല്ലാം വായിക്കാനിടയായി. പക്ഷേ ഈ പുസ്തകം ഇപ്പോൾ ഇതൊരു ഉദ്ഘാടന ചടങ്ങാണ്, ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങിന് ചില ചിട്ടവട്ടങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് അത് വേണ്ടത്ര ചർച്ച ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും ആറ്റിങ്ങലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇത് സമഗ്രമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പുസ്തകമാണ്. കാരണം സാഹസികതയാണ്. അത് എഴുതിയിട്ടുള്ള കാര്യങ്ങളിൽ ഏതാണ്ട് ഭൂരിപക്ഷം കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നയാളാണ്. ചില കാര്യങ്ങളുടെ വ്യത്യാസമുണ്ട്, പക്ഷെ അത് സ്വാഭാവികമാണ്. അത് കോൺട്രഡിക്ഷൻ അല്ല, ഒരു കോൺട്രഡിക്ഷൻ അല്ല, അത് വൈരുദ്ധ്യമല്ല, വൈവിധ്യമാണ്. ഈ വൈവിധ്യത്തിൽ അഭിരമിക്കുന്നവരാണ് ഭാരതീയർ. ഏത് കാലത്തും അനോഭദ്ര കൃതമോ എന്ന വിശ്വന്തക, ലെറ്റ് നോബിൾ തോട്ട്സ് കം. ഓഫ് കോഴ്സ് അതിന് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ടാവാം. ആ വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ അഭിരമിക്കുന്ന ചരിത്രമുള്ള ലോകത്തിലെ ഏക പ്രദേശം ഒരുപക്ഷെ ഭാരതമായിരിക്കാം. നമ്മൾ ആരെയാണ് അടിച്ച് വായിച്ചിട്ടുള്ളത്? ഏത് സിദ്ധാന്തത്തെയാണ് തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്? രാമായണത്തിൽ തന്നെ പറയുന്നു, ദശരഥനെ ഏറ്റവും കൂടുതൽ വിമർശിച്ച ആ കാലഘട്ടത്തിലെ മതവിശ്വാസമില്ലാത്ത യുക്തിവാദത്തിൽ അധിഷ്ഠിതമായ അവരെ സന്യാസിമാരായിട്ട് പോലെ സ്വീകരിച്ച നാടായത്. ഇപ്പം ബ്രാഹ്മണര് പൂണൂല് മാറുന്ന സമയത്ത് ഞാൻ കോഴിക്കോട് കണ്ടിട്ടുണ്ട്. അവിടെ തർപ്പണം ചെയ്യുന്ന സമയത്ത് ആ ചടങ്ങിൽ ഒരു ഉരുള മാറ്റി വെക്കുന്നത് അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ അസ്തിത്വത്തെ വെല്ലുവിളിച്ചവരെ പോലും മാനിക്കുന്ന ഒരു മഹത്തായ സംസ്കാരം. അതുകൊണ്ടാണ് ശ്രീരാമചന്ദ്രൻ അവിടെ എത്തിയപ്പം എവിടെയാണ് അവർക്കൊക്കെ സുഖമല്ലേ? ഈ ഈശ്വര നിഷേധത്തെ തത്വശാസ്ത്രമായി എടുത്ത ദശരഥനെ എതിർത്ത ആളുകളെ പറ്റി പറയുന്ന നാടാണിത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ളൊരു നാട്ടിൽ ഇത്തരത്തിൽ ഒരു കാഴ്ചപ്പാടിലെത്തിയത്. ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. വാസ്തവത്തിൽ പിറവിക്ക് ശേഷം എല്ലാവരും മരണത്തിലേക്ക് യാത്ര ചെയ്യുന്നുള്ള തിയറി ശക്തിപ്പെട്ടു വരുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ പറയുന്നു അതല്ല. ഇവിടെ രാധാകൃഷ്ണനാരുടെ പുസ്തകത്തിലൂടെ നിങ്ങൾ കടന്നുപോയി സൂക്ഷ്മമായി വിശകലനം ചെയ്താൽ പല വ്യൂസും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതിലൊന്ന് ഈശ്വരീയതയോട് ബന്ധപ്പെട്ടാണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഓർക്കുന്നു, നമ്മുടെ ഈ തീക്ഷ്ണമായ ജീവിത യാഥാർത്ഥ്യങ്ങളുള്ള ഈ ആർജിത ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം സംസ്കാരത്തിൻ്റെ സംഭരണി ഏതാ? ആ സംഭരണി നമ്മുടെ ആത്മീയതയാണ്. ആത്മീയതയ്ക്ക് വൈവിധ്യമുണ്ട്.
ഞാൻ പറയുന്നു വ്യത്യസ്തമായ ആരാധനാക്രമങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെ ആവാമെന്ന് പറയുമ്പോഴും അതുകൊണ്ടാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയായി ചുമതലയേറ്റ ഉടനെ അദ്ദേഹത്തിന് ചോദിച്ചു, വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് അവർ ഇന്ത്യ ടു ദ വേൾഡ്? അദ്ദേഹം നൽകിയ പരിപാടി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഭാരതത്തിൻ്റെ ആത്മീയതയാണ്. ഈ ആത്മീയതയും ഭൗതികതയെയും ഒരുപോലെ സംയോജിപ്പിച്ച് സന്തുലിതാവസ്ഥ സൃഷ്ടിച്ചു പോയ ഒരു സമൂഹമായതുകൊണ്ടാണ് നമുക്ക് കാലത്തെ അതിജീവിക്കാൻ സാധിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ നാടിൻ്റെ ആത്മാവ് ഹിന്ദുത്വമാണ്. ഇത് ഞാൻ പറയുന്ന അവസരത്തിൽ എൻ്റെ രാഷ്ട്രീയം അറിയാവുന്നവർക്ക്, ഗവർണറായപ്പോൾ രാഷ്ട്രീയമില്ല, ഇപ്പോൾ വീണ്ടും രാഷ്ട്രീയമുണ്ട്. അപ്പോൾ ഹിന്ദുത്വം അതിൻ്റെ ആത്മാവ്, ഞാൻ ഒരിക്കൽ അടൽ ബിഹാരി വാജ്പേയി BJPയുടെ ദേശീയ നിർവാഹക സമിതിയുടെ സമാരോഹ അദ്ദേഹം നടത്തുമ്പോൾ പറഞ്ഞു, ഇതൊരു ആത്മാവാണ്. ഈ ആത്മാവ് മുഷ്ടിയിലുള്ളതല്ല, ഹൃദയത്തിലുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ എല്ലാവരെയും സ്നേഹിക്കാൻ സാധിക്കുന്ന ഒരു കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടിലേക്ക് അടിവെച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. ഞാനിത് പറയുമ്പം ബഹുമാനപ്പെട്ട ബാലേന്ദ്ര സാറിൻ്റെ അടുത്തൊക്കെ ഞാൻ കേസ് നടത്തിയിട്ടുണ്ട്, ജഡ്ജിൻ്റെ അടുത്ത്. 95 സുപ്രീം കോടതിയുടെ വിധിന്യായം, സ്റ്റിൽ ഇറ്റ് ഈസ് എ ലോ ഓഫ് ദ ലാൻഡ്. എന്താ, വാട്ട് ഈസ് ദ ജഡ്ജ്മെൻറ്റ്? 95 3 അംഗ ജഡ്ജ്മെൻറ്റ് പരിശോധിച്ചു. ഞാനൊക്കെ ഉൾക്കൊള്ളുന്ന ആശയത്തിൻ്റെ, ഇവിടുത്തെ മേയറുടെയൊക്കെ ആശയത്തിൻ്റെ ആ പറയുന്ന പദം വർഗീയമാണോ? 2 കേസുകൾ ഒരേ സമയത്ത് 95 ഒന്ന് ശിവസേന മുന്നോട്ട് വെച്ച ഒരു ഇലക്ഷൻ പെറ്റീഷനിൽ പറഞ്ഞു ഹിന്ദു റിലീജിയൻ എന്നുള്ള പദത്തിൽ ഉപയോഗിക്കുമ്പോൾ അതൊരു മതസംശയമാണ്, അതുകൊണ്ട് അവരുടെ ഇലക്ഷൻ റദ്ദ് ചെയ്തു. ശിവസേന ജയിച്ച സീറ്റിൽ അത് ഉപയോഗിച്ചതിൻ്റെ പേര് റദ്ദ് ചെയ്തു. അതേസമയത്ത് 95 ആ ജഡ്ജ്മെൻറ്റ് 3 തവണ അത് റദ്ദ് ചെയ്യിക്കാനായിട്ട് സുപ്രീം കോടതിയിൽ ഈ അടുത്ത കാലത്തിൽ ക്ഷമിക്കുകയുണ്ടായി. ആ 3 അംഗ ബെഞ്ചിൻ്റെ ജഡ്ജ്മെൻറ്റാണ് ലോ ഓഫ് ദ ലാൻഡ്. അതിൽ പറയുന്നത്, ഒരിക്കലും ഞാൻ ഉൾക്കൊള്ളുന്ന ആശയം, വ്യത്യസ്ത ആശയക്കാരുള്ള വേദിയിലാണ് ഞാൻ പറയുന്നത്, ആ വ്യത്യസ്തമായ ആശയമുള്ള ആളുകളോട് പറയുന്നു, അത് ഒരു മതസംശയമല്ല, മതത്തിൻ്റെ പേരല്ല. ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ്. ഇറ്റ് ഈസ് എ നെയിം ഓഫ് ദ കൾച്ചർ ആൻഡ് ട്രഡീഷൻ ഓഫ് ദിസ് കൺട്രി. അതുകൊണ്ട് ആ ഇലക്ഷൻ പെറ്റീഷനെ തുടർന്നുള്ള കേസിൽ ഈ അഭിപ്രായം സുപ്രീം കോടതി പറഞ്ഞത് 3 തവണ ശ്രമിച്ചിട്ടും അതിനെ റദ്ദ് ചെയ്യാൻ സാധിക്കാതെ നിൽക്കുമ്പോൾ, ഐ വുഡ് ലൈക്ക് ടു സേ ഇറ്റ് ഈസ് എ ലോ ഓഫ് ദ ലാൻഡ്. രാധാകൃഷ്ണൻ നായർ വാസ്തവത്തിൽ അതിൽ പരമാവധി കഠിനമായി അതിൽ ഊന്നി നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അദ്ദേഹം ഈ പരിശ്രമം നടത്തുമ്പോൾ ഓരോന്നും കണ്ടെത്തുമ്പോഴും അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ഉറച്ച നിലപാടുണ്ട്. പക്ഷെ ഉറച്ച നിലപാടുള്ള അവസരത്തിലും നമ്മൾ പറയുമ്പം ഒരു കാര്യത്തെ മാത്രം ഏറ്റവും ലാസ്റ്റിലുള്ള ചാപ്റ്ററിൽ അദ്ദേഹം പറയുന്നു, അതേപ്പറ്റി പറയേണ്ട സമയത്ത് അദ്ദേഹം ഉപയോഗിച്ച വാക്കിനോട് എനിക്കതൊരല്പം ഭേദഗതിയുള്ള ആളാണ്. തീവ്ര ഹിന്ദുത്വത്തിലേക്ക് ഉള്ള 4 സ്റ്റേറ്റ് ഒഴികെ ബാക്കി സ്റ്റേറ്റുകളെല്ലാം എത്തിപ്പെട്ടു എന്നുള്ളൊരു പ്രയോഗമുണ്ട്. സർ, ആ പ്രയോഗത്തോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഒരിക്കലും ആ അർത്ഥത്തിലല്ല അതിനെ ഉദ്ധരിച്ചത്. ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒന്നിൻ്റെ പേരായിട്ടാണ്. ഞാനിത് പറയുമ്പം നേതാജി സുഭാഷ് ചന്ദ്രബോസ്, അദ്ദേഹം ജയ് ഹിന്ദ് എന്ന പദം എവിടെ നിന്ന് വന്നു? തിരുവനന്തപുരത്തെ ആളുകളോട് ഞാൻ പറയുന്നു, ഈ നാട്ടിൽ നിന്നാണ്, ഈ മണ്ണിൽ നിന്നാണ്. നമ്മൾ എത്ര പേർക്കറിയാം? നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ സംബന്ധിച്ചിടത്തോളം അത് ഉയർന്നു വന്നത് ഈ മണ്ണിൽ നിന്ന്, അവിടുത്തെ ഒരു സ്കൂളിൽ നിന്നാണ്. ഒരു കുട്ടി, പിന്നെ അദ്ദേഹം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏറ്റവും വലിയ നേതൃസ്ഥാനത്തേക്ക് അദ്ദേഹം എത്തിപ്പെട്ടു. അദ്ദേഹത്തിന് സ്കൂൾ പരിശോധിക്കാൻ വന്ന ബ്രിട്ടീഷുകാരനായ പരിശോധകൻ്റെ മുമ്പിൽ വിളിച്ച മുദ്രാവാക്യമാണ് ജയ് ഹിന്ദ്. ആ ജയ് ഹിന്ദ് മാത്രമല്ല, അബ്ദുൽ ഖാദർ നമ്മുടെ ഈ തിരുവിതാംകൂർ ഭാഗത്തു നിന്ന് അന്ന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി തൂക്കിലേറ്റപ്പെട്ട ഒരാളേ ഉള്ളൂ. ഞാൻ ഗവർണറായിരിക്കുമ്പോൾ അതിൻ്റെ ഒരു പരിപാടിക്ക് വന്നു. ഞാൻ അവിടുത്തെ കത്ത് കണ്ടു. ആ കത്തൊക്കെ പുറം ലോകം അറിയുന്നില്ല. ആ കത്തിൽ അദ്ദേഹം അമ്മയ്ക്ക് എഴുതിയ കത്തിൽ എന്താ പറഞ്ഞതെന്നറിയാമോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ തൂക്കുമരത്തിലേക്ക് പോവുകയാണ്. എൻ്റെ കൂടെ ഞാൻ മാത്രമല്ല, എൻ്റെ മത്ത് സേന INA ആളായിട്ടാണ് അദ്ദേഹം തൂക്കിലേറ്റപ്പെട്ടത്. അങ്ങനെ പോകുമ്പോൾ ഭാരതമാതാ കി ജയ് എന്ന് വിളിച്ചു എന്ന് മാത്രമല്ല, ഈ ജയ് ഹിന്ദ് വിളിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു അവരോടൊപ്പം എന്നെ കൂടി, അവരെയും കൂടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ലക്ഷ്യം എത്ര സാധ്യതപ്രായമാകുമായിരുന്നു എന്ന് പറഞ്ഞ ചരിത്രമുള്ള നാടാണ്.
തിരുവനന്തപുരത്ത് ഇതിനെപ്പറ്റിയൊക്കെ വേണ്ടത്ര ചർച്ച ഉണ്ടാവണമെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ഇവിടെ ആറ്റിങ്ങലിൽ നിന്ന് അദ്ദേഹം എഴുതി കൊണ്ടുവന്ന പുസ്തകം അതിൻ്റെ ഒരു തുടക്കമാണ്. എത്ര കാര്യങ്ങൾ. 47 ഓഗസ്റ്റ് 15 ഇവിടെ ത്രിവർണ്ണ പതാക ഉയർത്താൻ പാടില്ല എന്നുള്ള കർശന നിയമം വ്യാപകമായി നടപ്പാക്കിയപ്പോൾ ഒരു സ്ഥലം കിട്ടിയോ? കിട്ടാതിരുന്നപ്പോൾ എല്ലാം കൂച്ചുബലം ഇട്ടുകൊണ്ട് അന്നത്തെ ഭരണകൂടം ശ്രമിച്ച 47 ഓഗസ്റ്റ് 15 നാം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. പക്ഷെ അപ്പോഴുണ്ടായി. ഞാൻ ചരിത്രത്തിൽ നിന്നാണ് പറയുന്നത്, എനിക്കത് ശരിയറിയില്ല, ശരിയും തെറ്റും അറിയില്ല. പട്ടംതാണുള്ള പതാക ഉയർത്തിയത് YMCAയുടെ ആസ്ഥാനത്ത് നിന്നായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട ഓരോ വിഷയങ്ങളാണ്. ഹിന്ദു നവമണ്ഡലം ഉണ്ടായി. മന്നത്ത് പത്മനാഭനും ആർശങ്കറും NSSൻ്റെ ഡയറക്ടർ ബോർഡിലേക്ക് കളത്തിവേല എന്നായാലും SNDP ആർശങ്കറും NSSലേക്ക് ആർശങ്കറും SNDP യോഗത്തിലേക്ക് വേണ്ടിയിട്ട് കളത്തിവേല എന്നായാലും ഡയറക്ടർമാരായ ഒരു കാലഘട്ടം. മന്നവും ആർശങ്കറും എല്ലാം ചേർന്നുകൊണ്ട് അന്ന് മേയർക്കറിയോ എന്നെനിക്കറിയില്ല. അന്നുണ്ടാക്കിയ 52 മുമ്പ് ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ആളായ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നെഞ്ചിലേക്ക് ഉണ്ട വായിച്ച് തിരുവനന്തപുരത്ത് നിന്നാണ്. തിരുവനന്തപുരത്ത് 2 ഉപതെരഞ്ഞെടുപ്പ് നെടുമങ്ങാട് നെയ്യാറ്റിൻകരയിലും പട്ടംതാണുപിള്ളയും ആർശങ്കറും മന്നവും ഒന്നിച്ചു നിന്നപ്പോൾ രണ്ടിടത്തും അന്നത്തെ നെഹ്റുവിയൻ കാഴ്ചപ്പാട് തോറ്റ് തുന്നം പാടിയപ്പോൾ അതിൻ്റെ അന്നത്തെ ആ പ്രചരണ സമിതിയുടെ ചുക്കാൻ പിടിച്ച ആള് ഹിന്ദു മഹാമണ്ഡലമാണ്. ഞാൻ പറഞ്ഞല്ലോ, പട്ടത്താണുപിള്ളയുടെ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ട്, അതിൻ്റെ കൂടെ വന്നു, 3 കൂടാണ്. അതിൻ്റെ പ്രചരണ സമിതിയുടെ ചെയർമാൻ തിരുവിതാംകൂർ പ്രദേശ് മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ സബ്ജക്റ്റ് ചെറിയൊരു വേരിയേഷനാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത് എഴുതിയിട്ടില്ല, ഞാനത് പരിശോധിച്ച് നോക്കി. മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് PK കുഞ്ഞായിരുന്നു. മന്നത്ത് പത്മനാഭനുള്ള ക്രാന്തദർശികൾ അയാളെപ്പോഴും ഉൾപ്പെടുത്തി ആ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും അദ്ദേഹം പട്ടംതാണുപിള്ള പാർട്ടി ചേർന്നാണ് പിന്നീട് 67 പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെയും SPയുടെയും ഒക്കെ ആളുകളായത്. ഈ ചരിത്രമൊക്കെ എന്തുകൊണ്ട് എഴുതുന്നില്ല? ഇപ്പോൾ ഇവിടെ ശങ്കരൻകുട്ടി സാറ് ചോദിച്ചല്ലോ, ആറ്റിങ്ങലിനെ പറ്റി ചോദിച്ചല്ലോ. നമുക്കിവിടെ നിന്ന് തുടങ്ങാം. ഇതിൻ്റെ ഓരോ കാര്യങ്ങളും. ഇപ്പം നളന്ദ 17 രാജ്യങ്ങൾ ചേർന്നാണ് നളന്ദ ഇപ്പം പുനരുദ്ധരിച്ചു കൊണ്ടുവന്നത്. ഇതിൻ്റെ മാത്രമല്ല, ഒരു വരി കേരളത്തിൽ ഏതൊക്കെ മലയാള പത്രം എഴുതിയോ? ഇന്ത്യൻ പ്രധാനമന്ത്രി അത് 6 മാസം മുമ്പ് ഉദ്ഘാടനം ചെയ്തപ്പോൾ ഒരു ചരിത്രത്തിൻ്റെ തിരിച്ചുവരവാണ്. ആ തിരിച്ചുവരവിൽ എന്താണ് ചരിത്രം? ഒരു വലിയ പണ്ഡിതൻ്റെ മുമ്പിൽ ഞാൻ ചോദിക്കുകയാണ്. എഴുതപ്പെട്ട രേഖകളുടെ അടിസ്ഥാനത്തിൽ റവന്യൂ റെക്കോർഡും അതിനോടനുബന്ധിച്ച പുസ്തകങ്ങളെന്ന് എഴുതിയത് നോക്കിയിട്ടാണോ ചരിത്രത്തെ നിർണ്ണയിക്കുന്നത്? ചരിത്രം തിരിച്ചെടുപ്പില്ലാത്ത ഗതിപ്രവാഹമാണ്. ആ ഗതിപ്രവാഹത്തിൽ ഒഴുകിപ്പോകുന്നതിന് കോരിയെടുത്ത് സംരക്ഷിച്ച് സൂക്ഷിച്ച് തലമുറക്ക് കൈമാറുകയാണ് വേണ്ടത്. ആ ഒരു അവസരത്തിലാണ് അയോധ്യയിൽ രാമൻ ജനിച്ചു. അൺഫെക്റ്റഡ് ബിലീഫ് ആൻഡ് ഫെയ്ത്ത് ഓഫ് എ പീപ്പിൾ, ഇഫ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി ഫോളോഡ് ബൈ ദ പീപ്പിൾ, ദാറ്റ് എമൗണ്ട്സ് ടു ഹിസ്റ്ററി എന്നുള്ള തിയറി നമ്മുടെ നാട്ടിലില്ലെന്ന് മാത്രമല്ല, ചരിത്രത്തെ എനിക്ക് സമയക്കുറവാണ്. ഞാൻ ഇന്നലെ പോയത് ചെങ്ങന്നൂരിലാണ്. ഒരു വ്യാഴവട്ടക്കാരൻ ഞാൻ സ്ഥാനാർത്ഥിയായിരുന്നു. അന്ന് ഞാനതിലെ പോകുമ്പോഴാണ് പുലിയൂർ പ്രദേശത്ത് ഒരാളെ ഒരു സ്ഥലം കണ്ട് എനിക്ക് ആകർഷിച്ചു. അവിടെ ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പറഞ്ഞു ചെങ്ങന്നൂർ ആദിയെപ്പറ്റി കേട്ട ചെങ്ങന്നൂർക്കാരും ഇല്ല. ഇന്നലെ ഞാൻ പോയി, നമ്മുടെ സജി ചെറിയാൻ മന്ത്രിയായിരുന്നു അതിൻ്റെ ഉദ്ഘാടകൻ, ഞാൻ അതിലെ മുഖ്യപ്രഭാഷകനായിരുന്നു. എനിക്ക് വലിയൊരു സന്തോഷം, അതോടൊപ്പം തന്നെ ആശങ്കയുമുള്ള കാര്യമാണ്. ഇപ്പോൾ വടക്കൻ പാട്ടിൻ്റെ പേരിൽ പൊന്നി അംഗം, ഇപ്പോഴത്തെ ഒരു പുതിയ ചാനല്, തെലങ്കാന മുഖ്യമന്ത്രിയുടെ ബ്രദറിൻ്റെ ചാനല്, ആ ചാനൽ തുടങ്ങിയത് പൊന്നിയംഗത്തിലാണ്. പൊന്നിയംഗത്തിന് വേണ്ടി എത്ര കോടി കൊടുത്തു കഴിഞ്ഞ കൊല്ലം. പക്ഷേ ചെങ്ങന്നൂരാദി ആരാ? നമ്മൾ കേൾക്കുന്ന അവസരത്തിൽ ജാതി മേൽക്കോയ്മയും ഉച്ചനീചത്വം എല്ലാം ആരോപിച്ച് ഒരു സംസ്കാരത്തെ മുഴുവൻ വഴിതെറ്റിക്കുന്ന അല്ലെങ്കിൽ ആഴത്തിൽ കുഴിച്ചുമൂടുന്ന ഒരു സമൂഹത്തിൽ ചെങ്ങന്നൂരാദി 18 കളരികൾ കീഴടക്കി അതിരമ്പുഴ മുതൽ ചെങ്ങന്നൂരിൻ്റെ അറ്റം വരെ ഭരിച്ച ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ സമുദായത്തിൻ്റെ പേര് പറയ സമുദായമെന്നാണ്. അൺടച്ചബിലിറ്റിയാണ് അടിത്തറ എന്ന് പറയുമ്പോൾ, ജാതി ഇതൊക്കെ പറയുമ്പോൾ, എന്നിട്ട് ബഹുമാനപ്പെട്ട മന്ത്രിയുള്ള വേദി ഞാൻ പറഞ്ഞു, സാർ അങ്ങൊരു തെറ്റ് ചെയ്തു,
2016 ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞു, ചില വാഗ്ദാനവും പറഞ്ഞു, ചെങ്ങന്നൂരിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞു. അത് ഏറ്റെടുത്തു. ചെങ്ങന്നൂരിലെ ആൾക്കാർ ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയാണ് അതിൽ പ്രവർത്തിച്ചത്. പക്ഷെ അത് ഇപ്പം 3 പുസ്തകങ്ങൾ വരെ ഇറക്കി. ഇപ്പം സാഹിത്യ അക്കാദമി ഉൾപ്പെടെ ഇറക്കിയ പുസ്തകത്തിൽ നമ്മുടെ ചെങ്കോട്ടുകോണം സ്വാമിയെ പോലെയാണ്. മരത്തിൻ്റെ മുകളിൽ ചാടി, അതിൽ നിന്ന് ചാടി ഈ യുദ്ധപുറകളിലൂടെ പോയ ഒരാൾ, അതിൽ ഹനുമൽ സ്വാമിയുടെ ആരാധനാക്രമത്തിൽ കൂടെയാണ് അതെല്ലാം ഉണ്ടായത്. ഇതൊന്നുമില്ല. ഹനുമൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരാധനാമൂർത്തിയില്ല, ഒന്നുമില്ല. ചെങ്ങന്നൂർ അപ്പൻ്റെയും അമ്മയുടെയും മകനായി ജനിച്ചു, പിന്നൊരു പറയ കുടുംബത്തിൽ ജീവിച്ച് ഈ സ്ഥാനത്തേക്ക് എത്തിയെന്നാണ് നിങ്ങൾ നെറ്റിലടിച്ചു നോക്കിക്കോളൂ, നെറ്റെല്ലാം പറയുന്നത്. പക്ഷെ ഇതെല്ലാം എന്തിന് പുസ്തകത്തെ നിന്ന് മറച്ചു വെക്കണം? ഇത് ക്രൂരതയല്ലേ? ഇത്തരത്തിലുള്ള ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ പറയേണ്ടതായിട്ട് വരുന്നുണ്ട്. ഏതായാലും നമുക്ക് തീർച്ചയായിട്ടും മാനവരാശിക്ക് മുമ്പിൽ ഈ പുസ്തകത്തിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ടാവണം. ഒരു 10,000 കൊല്ലത്തെ ചരിത്രം ഇവിടെ ഞാൻ പറയാൻ കാരണം ഒരല്പം രാഷ്ട്രീയമല്ല, ഞാൻ പൊളിറ്റിക്സ് അല്ല പറയുന്നത്, അതിനപ്പുറത്തുള്ള ദേശീയതയോട് ബന്ധപ്പെട്ടാണ്. ആ ദേശീയതയോട് ബന്ധപ്പെട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇൻ ദ വേൾഡ് 2 പ്രത്യയശാസ്ത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് ക്യാപിറ്റലിസം, ഒന്ന് കമ്മ്യൂണിസം. കമ്മ്യൂണിസം ഇവിടുത്തെ കമ്മ്യൂണിസത്തിൻ്റെ രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്. തത്വശാസ്ത്രങ്ങൾ ടോട്ടലി ഫെയിൽ അല്ലെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? വൈ ഇറ്റ് ഹാസ് ഫെയിൽ? ദർ ഇസ് നോ ആൻസർ ബൈ എനിബഡി. ഞാൻ ഒരുപാട് ശ്രമിച്ചു. MA ബേബിയോടും രാമചന്ദ്രനോടും ഒക്കെ ഞാൻ പറയും, എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരണം. ഞാൻ ഒരുപാട് ശ്രമിച്ചു. ഇന്ന് വരെ മാനവരാശിക്ക് മുമ്പിൽ അത് വിശദീകരിച്ചിട്ടില്ല. വൈ ഇറ്റ് ഹാസ് ഫെയിൽ? ഈ 2 സിസ്റ്റങ്ങൾ തകരുമ്പോൾ ആ ശൂന്യതയിലേക്ക് വരേണ്ടത് ഭാരതീയമായ കാഴ്ചപ്പാടാണ്. അതിന് സങ്കുചിത ദേശീയതയായി അങ്ങ് ഉപയോഗിച്ച വാക്കും അടുത്ത എഡിഷനിൽ പറ്റുമെങ്കിൽ അതിനെപ്പറ്റി നോക്കുക. സങ്കുചിതമല്ല, സങ്കുചിതമാവരുത്. ഗാന്ധിജിയോട് ടാഗോർ പിണങ്ങിയ ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിൽ ടാഗോർ ചോദിച്ചൊരു ചോദ്യം, ഗാന്ധിജിയോട് ചോദിച്ച ചോദ്യം, യുവർ നാഷണലിസം ഇറ്റ് ഈസ് ടു റിജിഡ്. ഗാന്ധിജി പറഞ്ഞു, എൻ്റെ ദേശീയത ആർക്കും എതിരല്ല, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ്, വിശ്വമാനവികതയാണ്. എൻ്റെ നാടിൻ്റെ ഇതിനു വേണ്ടി ബ്രിട്ടീഷുകാരോ ഫ്രാൻസുകാരോ ഒന്നും നശിച്ചു പോകട്ടെ, തകരട്ടെ എന്ന് ഞാൻ പറയില്ല. എൻ്റെ നാടിൻ്റെ ട്രഡീഷൻ അതാണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് പിന്നെ സങ്കുചിതമാകുന്നത്? അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണെന്നുള്ള ഒരു വക്രീകരിക്കപ്പെടുന്ന കേരളീയ സമൂഹ സിസ്റ്റത്തിൽ, വക്രീകരണം എന്ന് ഞാൻ പറഞ്ഞത് ആരെയും കല്ലെറിയാനല്ല, ചെളിവാരി എറിയാനല്ല. വക്രീകരണം എന്ന് പറഞ്ഞാൽ സത്യം ജനങ്ങളിലേക്ക് എത്താൻ സാധിക്കുമോ? സാധിക്കേണ്ടതല്ലേ? മാധ്യമങ്ങളോട് കൂടെ ഉൾപ്പെടെ ഞാൻ ചോദിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ 14 ജില്ലകളിലും പോയി. ഞാനൊരു കാര്യം തീരുമാനിച്ചു, എവിടെയും പത്രസമ്മേളനം നടത്തുന്നില്ല. കാരണം പൊതുവേ ഞാൻ അങ്ങനെ അതിനൊരു എക്സ്പെർട്ടായ ഒരു കാലമുണ്ട്. ഞാൻ 2 തവണ പ്രസിഡൻ്റായപ്പോൾ ഞാനങ്ങനെ പോയ അവസരത്തിൽ 2 മീറ്റ് പ്രസ് ഉണ്ടായിരുന്നു. ഒരു മീറ്റ് പ്രസ്സിൽ കൊല്ലത്ത് വെച്ച് ഞാൻ ഒരു രേഖ കൊടുത്തു. നിങ്ങൾക്കറിയാമോ ആ രേഖ? ഞാനിതിവിടെ പറയുന്നില്ലെങ്കിൽ തിരുവനന്തപുരത്ത് മനസ്സിലാവില്ല എന്നുള്ളത് പറയുക. പ്രൊഫസറുടെ കൈ വെട്ടിമാറ്റി. ആ വെട്ടിമാറ്റിയ അവസരത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായും അവസാനമായും, അതിന് മുമ്പൊരു ഏകീകൃത മുസ്ലിം സമ്മേളനം നടന്നിട്ടില്ല, അതിന് ശേഷവും നടന്നിട്ടില്ല. അന്ന് അവരെല്ലാവരും കൂടെ ചേർന്ന് 3 കൂട്ടരെ മാറ്റി നിർത്തിയിട്ട് ബാക്കി എല്ലാവരും ചേർന്ന് സമ്മേളനം നടത്തി കോട്ടയ്ക്കൽ. ഡോക്യുമെൻ്റ് എൻ്റെ കൈവശമുണ്ട്. ആ ഡോക്യുമെൻറ്റിൽ പറയുന്നു, ഇവിടെ വെട്ടിമാറ്റിയത് ആ പ്രൊഫസറുടെ കൈയല്ല, സാമൂഹ്യ ബന്ധങ്ങളാണ്, സമന്വയമാണ്, ജനങ്ങൾ തമ്മിലുള്ള സമന്വയത്തെ വെട്ടിമാറ്റിയതാണ്. അതുകൊണ്ട് ആ സമ്മേളനത്തിലേക്ക് ജമാഅത്തെ ഇസ്ലാമി, NDF, മദനിയുടെ പാർട്ടി PDP ഇത് 3 ക്ഷണിക്കാൻ പാടില്ല. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടന എന്ന് പറയുന്നത് അത് EK സുന്നി വിഭാഗമാണ്, സമസ്ത. അവരുടെ സമ്മേളനം ഫെബ്രുവരിയിലാണ് നടന്നത്. 6 പ്രമേയം പാസ്സാക്കി. ഒരു പ്രമേയം ഈ ഭീകരവാദത്തെ എതിർത്തുകൊണ്ടാണ്. ഇത് കേരള രാഷ്ട്രീയത്തിൽ ആരെങ്കിലും ചർച്ച ചെയ്തോ? ഇതിൻ്റെ രേഖകൾ കൊടുത്തു. അവർ ശ്രീധരൻപിള്ളയുടെ മീറ്റ് പ്രസ് വലിയ രീതിയിൽ FCRA ഒക്കെ വെച്ചിട്ട് പത്രങ്ങൾ കൊടുത്തു. ഞാൻ പത്രങ്ങളെ പറ്റി ആക്ഷേപം പറയുന്നില്ല. പക്ഷെ they have decided not to give. Why? സത്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. ട്രൂത്ത് ഈസ് കോഡ്. എത്തിക്കുന്നു. ഏത് മാധ്യമങ്ങളോട് ഞാൻ പറയുന്നു, ഇത് ചെയ്യാത്തതിൽ ആ കുറ്റകരമായ വീഴ്ച
ചരിത്ര നിഷേധമാണ് എന്ന് ഞാൻ പറയാം. അവരയച്ചു കൊടുത്തു, പക്ഷേ ഇടില്ല. ഇവിടെയാണ് നാം നിൽക്കുക. അതുകൊണ്ട് ഞാൻ എൻ്റെ വക്രീകരിക്കപ്പെട്ട സമൂഹം, ഞാൻ ഒരു വാക്കുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിക്കാം. സാഹിത്യമാണല്ലോ എന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഓണക്കൂർ സാറിൻ്റെ ആധികാരികൾ പറയേണ്ട ആളാണ്. ഈ ആധുനികത എന്ന് പറഞ്ഞ സാഹിത്യം, അതിൻ്റെ രൂപപരിണാമങ്ങൾ പരിശോധിച്ചാൽ 2ാം ലോകമഹായുദ്ധത്തിന് ശേഷമാണല്ലോ സാറേ. അപ്പോൾ അത് 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം 80കൾ വരെ കത്തിച്ചൊലിച്ച് നിന്നു. OV വിജയൻ്റെയും അതുപോലുള്ള ആളുകളുടെ എല്ലാം, മുകുന്ദൻ്റെയും ഒക്കെ നോവലുകൾ നിങ്ങൾ പരിശോധിച്ചാൽ അതിൽ ഈ ആധുനികത എത്തിച്ചിരുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ അരാജകത്വമോ ആത്മഹത്യയോ. ഒന്നിൻ്റെ കഥാപാത്രം എവിടെ പോയത്? വെള്ളരി കല്ലുകളിൽ അവിടെ ചെന്നിട്ട് ആത്മഹത്യ ചെയ്യുകയാണ്. ഒരു എല്ലാത്തിനും സമർപ്പിച്ച ജീവിതം ആത്മഹത്യയിലേക്ക് എത്തുന്നതാണ്. OV വിജയൻ്റെ പ്രധാനപ്പെട്ട 4 നിങ്ങളൊന്ന് പരിശോധിച്ചോളൂ. ഖസാക്കിൻ്റെ ഇതിഹാസം, ആ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ ഒരു അസ്തിത്വവാദത്തിൽ അധിഷ്ഠിതമാണ്. അത് കഴിഞ്ഞുണ്ടായ അദ്ദേഹത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം ഖസാക്കിൻ്റെ ഇതിഹാസവും ധർമ്മപുരാണവും, അതിലെ തീമം നിങ്ങൾ നോക്കിക്കോളൂ, ഒന്നും പറയാൻ സമയം എനിക്കില്ല. അത് കഴിഞ്ഞ് അവസാനമെത്തിയ ഗുരുസാഗരത്തിലാണ്. ഗുരുസാഗരം എവിടെ വെച്ച് എഴുതിയൊരു ആശ്രമത്തിൽ, തിരുവനന്തപുരത്തെ ആശ്രമത്തിൽ വന്ന് 3 മാസം ശാന്തിഗിരി ആശ്രമത്തിൽ വന്നിട്ട് 3 മാസം വരെ എഴുതി. അതിൽ അദ്ദേഹം കടന്നു. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനെയും തൻ്റെ ഭാര്യയിലും കുടുംബവും എല്ലാം നിരാശപ്പെട്ടു പോയ ഒരാൾ, ബംഗ്ലാദേശിനോട് ബന്ധപ്പെട്ട ആൾ. സാറുള്ള വേദി ഞാനൊന്നും വിശദീകരിക്കുന്നത് ശരിയല്ല, അത്രയത്തോളം പാണ്ഡിത്യം എനിക്കില്ല. അവസാനം നമ്മുടെ വിശ്വമാനവികതയിലേക്ക്, ഭാരതീയതയിലേക്ക് എത്തിക്കൊണ്ട് ഇതാണ് വഴിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. അവിടെ നമ്മൾ തീർച്ചയായിട്ടും എല്ലാത്തെയും ഉൾക്കൊള്ളാൻ സാധിക്കണം. അവിടെ പക്വതകൾ ഉണ്ടാവണം. ആ പക്വത ഉള്ളത് കൊണ്ടാണ് അവസാനമായിട്ട് ഒരു വാക്കുകൂടി പറയാം. ലേഡി മൗണ്ട് ബാറ്റൻ്റെ മകൾ പമീല ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ പറഞ്ഞു, ഇന്ത്യ വിഭജനം നടന്നത് സിംലയിലെ നീന്തൽക്കുളത്തിലാണെന്ന് പറഞ്ഞപ്പോൾ വലിയ വാർത്തയായിട്ടത് മാറാൻ സാധിക്കുമായിരുന്നു. ഒരുപക്ഷെ അന്നത്തെ പ്രധാന പ്രതിപക്ഷം, ആ പ്രതിപക്ഷ കക്ഷിക്ക് അടിക്കാൻ കിട്ടുന്ന ഏറ്റവും വലിയ വടിയായത് മാറുമായിരുന്നു. പക്ഷെ അടൽ ബിഹാരി വാജ്പേയിയുള്ള ക്രാന്തദർശി പറഞ്ഞു, അത് നമ്മൾ പറഞ്ഞാൽ ശരിയായിരിക്കാം, തെറ്റായിരിക്കാം, നമ്മളതൊരു അജണ്ടയായി ഏറ്റെടുത്താൽ തീർച്ചയായും നമ്മുടെ നാടിന് വേണ്ടി എത്രയോ കാലം ജയിലിൽ കിടന്ന സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു സേനാനിയെ സംബന്ധിച്ച് വ്യക്തിനിഷ്ഠമായ എന്തിൻ്റെയോ പേരിൽ ഉള്ള കാര്യമാണ്, അതുകൊണ്ട് ആ പുസ്തകം മരവിപ്പിക്കാം എന്ന് പറഞ്ഞ അടൽ ബിഹാരി വാജ്പേയിയുടെ കാഴ്ചപ്പാടും ഇതെന്തുണ്ടെങ്കിലും BBC പോയി പുറത്തു പോയി പറയുന്ന ഇന്നത്തെ രാഷ്ട്രീയമൊക്കെ നമ്മുടെ നാട്ടിന് മുമ്പിലെ ചൂണ്ടുപലകയാണ്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ചാപ്റ്ററിൽ ആ കാര്യം പോലും എഴുതിയിട്ടുണ്ട്, വർത്തമാന രാഷ്ട്രീയത്തെ പറ്റിയുള്ള നല്ല വിലയിരുത്തൽ. അപ്പോൾ സമഗ്രതയിൽ എല്ലാം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ കുടുംബം ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ അദ്ദേഹം ആ സ്ഥാപനവുമായി മുന്നോട്ട് പോകട്ടെ. പക്ഷേ ശിഷ്ടജീവിതം അദ്ദേഹം എഴുത്തിൻ്റെ മേഖലയ്ക്ക് വേണ്ടി പൂർണ്ണമായും സമർപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അറിയപ്പെടുന്ന ലോകത്തിലെ പല എഴുത്തുകാരും 60 വയസ്സ് കഴിഞ്ഞ ശേഷം 70 വയസ്സ് കഴിഞ്ഞ ശേഷം എഴുതിയവരാണ്. MP വീരേന്ദ്രകുമാറിൻ്റെ ഏറ്റവും നല്ല ദേശീയ അവാർഡ് വരെ കിട്ടിയ പുസ്തകങ്ങൾ 62 വയസ്സിന് ശേഷം അത് എഴുതിയത്. അതുകൊണ്ട് അങ്ങേക്ക് വേണ്ടത്ര അവസരമുണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ടാവും. ഈ ഓഡിയൻസ് മുഴുവൻ അങ്ങേക്ക് ഇത്രയും ആളുകൾ ഒരു പുസ്തക പ്രകാശനം എടുത്തിരിക്കുകയാണ്, ഞങ്ങളെല്ലാം ഉണ്ടാവും. യു ഗോ ഓൺ വിത്ത് യുവർ എഫേർട്സ് ഫോർ ദ യൂണിറ്റി ഓഫ് ദ ഇന്ത്യ, നാഷണാലിറ്റി ഓഫ് ദ ഇന്ത്യ, ആസ് വെൽ ആസ് ഫോർ ദ ഹിന്ദുത്വ. യു റൈറ്റ് ആൻഡ് സത്യസന്ധമായി വസ്തുതകളെ അവതരിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പ്രണാമം, നമസ്കാരം.